ഇന്ന് ഒരു വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ വരാൻ വൈകിയപ്പോൾ കെ. സുധാകരൻ പെട്ടെന്ന് അതിൻ്റെ ഒരു ക്ഷോഭത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, അതിലൊരു അസഭ്യ വാക്കുകൂടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകൾ മൈക്ക് ഓണാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കൂടുതൽ ദേഷ്യപ്പെടുന്നതിൽ നിന്ന് വിലക്കുകയായിരുന്നു. എന്തായാലും അത് CPM കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ മൈക്ക് ഓണാണ്, ക്യാമറ ഓണാണ് എന്ന് തുടങ്ങിയ കുറിപ്പുകളും അല്ലെങ്കിൽ ചിത്രങ്ങളുമൊക്കെയായി, അനിമേഷൻ ചിത്രങ്ങളുമൊക്കെയായി ഇങ്ങനെ ക്യാമ്പയിൻ വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് കെ. സുധാകരൻ പറഞ്ഞത്. തങ്ങൾ തമ്മിൽ വി.ഡി. സതീശനും താനുമായി യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുമില്ല, ഒരു ജ്യേഷ്ഠാനുജ ബന്ധം തന്നെയാണ്. ഇപ്പോഴത്തെ ഈ യാത്രയ്ക്ക് തന്നെക്കാൾ കൂടുതൽ ഓടി നടന്നതും പരിശ്രമിക്കുന്നതും വി.ഡി. സതീശനാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനോടൊപ്പം തന്നെയാണ് നേരത്തെ ഈ പുൽപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം രണ്ടുപേരും വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതിനിടയിലുണ്ടായ ഒരു ചെറിയ പ്രശ്നവും അതും ഇതിനോടൊപ്പം ഇപ്പോൾ വീണ്ടും എന്താ പറയുക, സോഷ്യൽ മീഡിയ ഭാഷയിലാണെങ്കിൽ കുത്തിപ്പൊക്കി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാമ്പയിൻ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് കെ. സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. പക്ഷേ ഒരു മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണവും അല്ലെങ്കിൽ വാക്കുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ നിലയിലാണ് അത് വിമർശന വിധേയമാകുന്നത്. അതിൽ ആണ് തനിക്ക് അങ്ങനെ താനും വി.ഡി. സതീശുമായി ഒരു പ്രശ്നങ്ങളുമില്ല എന്ന് പറയാൻ അദ്ദേഹം മാധ്യമങ്ങൾക്ക് പറയാൻ നിർബന്ധിതനാവുകയും ചെയ്തത്. എന്തായാലും നേരത്തെ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ, അതായത് സമരാഗ്നി എന്ന നിലയിലൊക്കെ വലിയ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നൽകിക്കൊണ്ടാണ് ഒരു വലിയ പ്രചാരണ പരിപാടിയിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. അതിൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിലാണ് വി.ഡി. സതീശൻ, മാധ്യമങ്ങളൊക്കെ എത്തി, കെ. സുധാകരനും എത്തി. പക്ഷേ വി.ഡി. സതീശൻ വരാൻ അല്പം വൈകി. അപ്പോൾ അതിലുള്ള ഒരു നീരസമാണ് അദ്ദേഹം തൊട്ടടുത്തിരുന്ന ആളോട് പറയുകയും അതിലൊരു അസഭ്യവാക്ക് വരികയും ചെയ്തത്. ആ റിപ്പോർട്ടിലേക്ക്. ശരി, രഘു അതിനെക്കുറിച്ച് പറയും. രഘു, ഇപ്പോൾ കെ. സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട് തങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു രോഷപ്രകടനം, അതൊരു അസഭ്യവാക്ക് കൂടി അതിൽ വരികയും ചെയ്തു. അത് എതിർ കേന്ദ്രങ്ങൾ, സ്വാഭാവികമായിട്ടും ഇടത് കേന്ദ്രങ്ങൾ വളരെ സജീവമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങനെ വിശദീകരിക്കേണ്ടി വന്നത്. രാവിലെ എന്തായിരുന്നു സംഭവിച്ചത്? രാവിലെ 10 മണിക്കാണ് വാർത്താ സമ്മേളനം. അവിടെ രാവിലെ തന്നെ മാധ്യമപ്രവർത്തകർ എത്തുകയും ചെയ്തു. 10:45 കൂടിയാണ് KPCC പ്രസിഡന്റ് അവിടെ എത്തിയത്. വന്ന ഉടൻ തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വരാൻ താമസിച്ചതിലുള്ള ഖേദം പ്രകടിപ്പിക്കുകയും പിന്നീട് അദ്ദേഹം ഡൈസിലേക്ക് കയറിയിരിക്കുകയാണ് ചെയ്തത്. 20 മിനിറ്റോളം അദ്ദേഹം അവിടെ കാത്തിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന DCC പ്രസിഡന്റ് B. ബാബു പ്രസിഡന്റിനോട് പ്രതിപക്ഷ നേതാവ് എവിടെയെന്ന് ചോദിക്കുകയും ഒരു അശ്ലീല പദം അവിടെ പ്രയോഗിക്കുകയും ചെയ്തത്. ഇതാണ് വിവാദമായത്. കാരണം അദ്ദേഹം മുൻപും ഇത്തരത്തിൽ വി.ഡി. സതീശനും കെ. സുധാകരനും തമ്മിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫല സമയത്ത് ആരാണ് ആദ്യം സംസാരിക്കണമെന്നുള്ള രീതിയിലൊരു വിവാദമുണ്ടായത് നമ്മളെല്ലാം കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായതെന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായി തന്നെ അദ്ദേഹം ഒരു അശ്ലീല പദം പ്രയോഗിച്ചു എന്നുള്ളത് കൊണ്ടും അത് വലിയ വിവാദമായിരുന്നു. ഇതിനുശേഷം, അതായത് ഈ പരിപാടിക്ക് ശേഷം രണ്ടുപേരും ഒരുമിച്ച്, അതായത് വി.ഡി. സതീശനും കെ. സുധാകരനും ഒരുമിച്ചാണ് വാഹനത്തിൽ അവരിപ്പോൾ ഉള്ള ഹോട്ടലിലേക്ക് വന്നതും. ഇതിനുശേഷമാണ് രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തുകയും ഇതിനുശേഷമാണ് കെ. സുധാകരൻ ഇപ്പോൾ വന്ന് വിശദീകരണം നടത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് സതീശനുമായി യാതൊരു വിധമായ പ്രശ്നവുമില്ല എന്ന് മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ചധികം ദിവസമായി ഒന്നിച്ചുള്ളവരാണ്. ഈ സമരാഗ്നിയുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളിൽ ഒന്നിച്ച് പങ്കെടുക്കുന്നു, ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. അതുകൊണ്ട് യാതൊരു വിധമായ പ്രശ്നങ്ങൾ എന്ന് മാത്രമല്ല, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ജ്യേഷ്ഠ അനുജന്മാരാണ്, സഹോദരങ്ങളെ പോലെയാണ്. അതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് ജ്യേഷ്ഠ അനുജന്മാരെ പോലെയാണ് ഞങ്ങൾ എന്നുള്ളത്. പിന്നീട് അദ്ദേഹം ഈ പഴി മുഴുവൻ മാധ്യമങ്ങൾക്കാണ് വെക്കുന്നത്. മാധ്യമങ്ങളാണ് വിവാദമുണ്ടാക്കിയത്, അതുകൊണ്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് മാപ്പ് പറയണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്തായാലും നമ്മൾ ബീപ്പിട്ട് സൗണ്ടിട്ട് കേൾപ്പിക്കുന്നത് കൊണ്ടാണ് അത് ഏത് പദമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റാത്തത്. നമ്മൾ കേട്ടതാണ് അദ്ദേഹം ഏത് പദമാണ് ഉപയോഗിച്ചതെന്നുള്ളത്. ഒരു അശ്ലീല പദം തന്നെയാണ് സാധാരണ നിലയിൽ ഉപയോഗിക്കുന്നൊരു തെരുവാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പക്ഷേ അദ്ദേഹം അത് ഉപയോഗിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വി.ഡി. സതീശനും കെ. സുധാകരനും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ്, അവർ തമ്മിലുള്ള മാനസികമായ ഐക്യമില്ലായ്മയാണ് ഇതിലൂടെ പുറത്ത് വന്നത് എന്നുള്ളതായിരുന്നു വിവാദം. അങ്ങനെ ഒരു ഐക്യമില്ലായ്മയില്ല. എന്ന് പറയുന്നതിന് വരെ അപ്പോഴത്തെ ഒരു ക്ഷോഭത്തിൽ പറഞ്ഞു പോയതാണെന്നങ്ങ് പറഞ്ഞാൽ ഒരു പക്ഷേ അല്ലേ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. ഇത് ചെയ്തില്ല എന്ന് അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യമില്ലായിരുന്നു അല്ലേ രഘു? തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ പണ്ടത്തെ കാലത്ത് രാഷ്ട്രീയ നേതാക്കളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കുക എളുപ്പമായിരുന്നു. കാരണം അന്ന് അച്ചടി മാധ്യമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ദൃശ്യമാധ്യമങ്ങളുണ്ട്. അവരുടെ തന്നെ ഒരുപക്ഷെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പരാമർശം ഉണ്ടാകും. അത്തരത്തിൽ സാങ്കേതിക വിദ്യ വളരെ വളർന്ന ഈ കാലത്തും
ഒരു കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വളരെ പാടായിരിക്കും. സുധാകരനും അതിനുവേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷേ ദൃശ്യങ്ങൾ ഒക്കെ നമ്മുടെ പക്കലുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒഴിഞ്ഞുമാറലാണ്. പക്ഷേ ദിവീഷ് പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് തന്നെ കെ സുധാകരൻ്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം പെട്ടെന്ന് അതിവൈകാരികമായി പ്രതികരിക്കുകയും അതിവൈകാരികമായി പെട്ടെന്ന് ശോഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ദിവീഷ് പറഞ്ഞതുപോലെ തന്നെ അപ്പോഴത്തെ ദേഷ്യത്തിൻ്റെ പേരിലുണ്ടായ ഒരു സ്വാഭാവിക പ്രതികരണമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. ശരിയാണ്. എന്തായാലും അദ്ദേഹം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത് വി ഡി സതീശനുമായി തനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന്. പക്ഷേ ദൃശ്യങ്ങളുണ്ട്, നമുക്ക് മാധ്യമങ്ങൾക്കത് ആ വാക്ക് കേൾപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ബീപ് ശബ്ദം ഇടുകയും ചെയ്തത്. ഇന്ന് രാവിലെ ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലെ കുറച്ച് നിമിഷങ്ങളാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയതും കെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ട്. അപ്പോൾ അതിൽ അവസാനം ചോദിക്കുന്നത് എന്തുകൊണ്ട് വി ഡി സതീശനും കെ സുധാകരനും പ്രശ്നങ്ങളില്ലെങ്കിൽ ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടുകൂടായിരുന്നു എന്നാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് തനിക്കെതിരെയാണല്ലോ ഇങ്ങനൊരു ആരോപണം, അല്ലെങ്കിൽ താനാണല്ലോ ഇങ്ങനൊരു വിഷയത്തിൽ വന്നിരിക്കുന്നത്, അതുകൊണ്ട് താൻ അതിൽ കാര്യത്തിൽ വിശദീകരിക്കുന്നു. വി ഡി സതീശൻ വേണമെങ്കിൽ പിന്നീട് മാധ്യമങ്ങളെ കാണുമെന്നാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. രാവിലെ